ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കണത് ചൈനയിലത്തെ ഫുഡ് കാണിക്കാനോ സ്ഥലങ്ങൾ കാണിക്കാനോ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ കാണിക്കാനോ ഒന്നല്ല നമ്മൾ വന്നേക്കണത്. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് അതിനെപ്പറ്റി പറയാനാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ ആയിരുന്നു നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ടായിരുന്നത്. സത്യത്തിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ആഘോഷിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ടോ? നമുക്ക് ഫ്രീഡം ഉണ്ടോ? നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കാനുള്ള ഒരു ഫ്രീഡം നമുക്ക് ഉണ്ടോ ഇപ്പോഴത്തെ സമയത്ത്? ഇപ്പോൾ ഒരു ആണായിരിക്കട്ടെ ഒരു പെണ്ണായിരിക്കട്ടെ ഒരു പ്രൊഫഷൻ എന്താണോ? ഇപ്പോൾ അടുത്ത് കൊൽക്കത്തയിൽ സംഭവിച്ച ഇതെന്തായിരുന്നു? ആ ഇൻസിഡന്റ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ഡോക്ടർക്കെതിരെയാണ് ഒരു റേപ്പ് സീൻ ഉണ്ടായേക്കണത്. ആരും എന്താ പ്രതികരിക്കാത്തത്? അത്യാവശ്യം ആ ഒരു സോഷ്യൽ മീഡിയ ഇത് കിട്ടിയോട് കൂടിയിട്ട് ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ആ ആൾക്കാരെ പിടിക്കുന്നു. അവർ ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരു 4 months അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങി നടക്കുന്നു. നമ്മുടെ റൂൾസ് എന്താ സ്ട്രിക്റ്റ് അല്ലാത്തത്? ഒരു ഹെൽത്ത് സെക്ടറിൽ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കഠിനാധ്വാനമുള്ള ഒരു ജോലിയാണ്. ഇപ്പം നമ്മളൊരു MBBS സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, എല്ലാവരും പുറത്ത് രാജ്യത്ത് വന്നിട്ടാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ ചൈനയിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എന്താണ് നമ്മൾ കേൾക്കുന്നത്? ഓ, ചൈനീസ് ഡോക്ടറാണ്, ആ ഒരു വിലയില്ല. ശരി, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കഷ്ടപ്പെട്ട് നമ്മുടെ ആ FMG കഴിഞ്ഞ് ഇന്റേൺഷിപ്പും കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലോ നമുക്ക് 36 hour 24 hour 36 hour കണ്ടിന്യൂസ് ഷിഫ്റ്റാണ് വരുന്നത്. അതിൽ നമുക്ക് ഉറങ്ങണതിൻ്റെ ആ കുട്ടീൻ്റെ ഫുൾ സ്റ്റോറി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ആ അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 36 hour ഡ്യൂട്ടിയിൽ എന്തിനാണ് അപ്പുറത്തെ റൂമിൽ പോയതെന്ന്. 36 hour ഡ്യൂട്ടിയിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? 36 hour കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണ വേറെ ഏത് പ്രൊഫഷനാണ് ഉള്ളത്? അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ അവർക്കൊരു സ്ലീപ്പിംഗ് അവറോ റെസ്റ്റിംഗ് ടൈമോ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നാട്ടിലുണ്ടാവുന്നു? ഹെൽത്ത് സെക്ടറിനെ എന്തുകൊണ്ട് റെസ്പെക്ട് ചെയ്യുന്നില്ല? വേറെ ഏത് രാജ്യം എടുത്ത് നോക്കൂ നിങ്ങൾ. ഇപ്പോൾ UAE രാജ്യങ്ങളായിക്കോട്ടെ, ഇറാഖ് ആയിക്കോട്ടെ. ഇറാഖിൽ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ഈ ന്യൂസ് കണ്ടിട്ട് അവർ തന്നെ പറയുന്നു ഇറാഖിൽ ഡോക്ടേഴ്സിന് ഗണ്ണ് കയ്യിൽ വെക്കാന്നൊക്കെയാണ് പറയുന്നത്. അത്രയും ഒരു പ്രൊട്ടക്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ റേപ്പ് സീൻ എന്തെങ്കിലും ഒരു രീതിക്ക് റേപ്പ് സീൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സ്പോട്ട് ഒന്നില്ലെങ്കിൽ തൂക്കിക്കൊല്ലുക അല്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലുക. സൗദിയിലൊക്കെ കഴുത്തറുത്ത് കൊല്ലുക, അങ്ങനത്തെയൊക്കെ. ചൈനയിൽ വെടിവെച്ച് കൊല്ലുക ചെയ്യണത് റേപ്പ് സീനാണെങ്കിൽ. അത്രയും പോലും ഒരു റൂളില്ല. നാട്ടിൽ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെണ്ണിനെ തൊടാൻ പാടില്ല, 15 മിനിറ്റ് നോക്കാൻ പാടില്ല, അങ്ങനെ പെൺകുട്ടികളെ നോക്കാൻ പാടില്ല, അങ്ങനെ കുറേ റൂളുണ്ട്. എന്നിട്ടും റേപ്പ് കേസ് നടന്നിട്ടും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. എത്ര കേസുകൾ ഉണ്ടാവുന്നു. നമ്മുടെ കേരളത്തിൽ വരെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറിനെതിരെ ആക്രമിച്ച് ആ ഡോക്ടർ മരിച്ചുപോയി. ആ എമർജൻസിയിൽ എന്തോ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു, വന്ദന ദാസ് എന്ന് പറഞ്ഞ ഡോക്ടർ മരിച്ചുപോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ കൊലപ്പെടുത്തിയ ആള് സുഖമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. കാരണം പുള്ളി മാനസിക രോഗിയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി സുഖമായിട്ട് ജീവിക്കുന്നു. അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച്, അതായത് 12th കഴിഞ്ഞിട്ട് നമ്മൾ ഒരു MBBS ജേണി എന്ന് പറയണത്, ഒരു ഡോക്ടർ ആവുക എന്ന് പറയണത് ചെറിയൊരു കാര്യമല്ല. അത്രയും കഷ്ടപ്പെട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് എക്സാമുകൾ അത്രയും പാസ്സാവണം. നമുക്ക് മൊത്തം 19 സബ്ജക്റ്റ് വരുന്നുണ്ട്. 12th കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് സ്റ്റുഡൻസ് നീറ്റ് എഴുതിയിട്ട്, നീറ്റ് 2 വർഷം 3 വർഷം എടുത്തിട്ടൊക്കെയാണ് നാട്ടിൽ നീറ്റ് എഴുതുന്നത്. ഒരു ഡിഗ്രിയിലോട്ട് കയറാനുള്ള ഒരു വേ ആണ് പറയുന്നത്. ഒരു നീറ്റ് എഴുതിയിട്ട് നീറ്റിൻ്റെ സംഭവിച്ചത് എന്താ? നാട്ടിൽ നീറ്റിന് വരെ ഫുള്ള് സ്കാം നടത്തിയിട്ടൊക്കെയാണ് നീറ്റ് നടക്കുന്നത്, എക്സാം നടക്കുന്നത്. ഒരു എൻട്രൻസ് എക്സാമിൻ്റെ കാര്യമാണിത്. അത് കഴിഞ്ഞ് ആ ഒരു നീറ്റ് ക്വാളിഫൈ ആയി കഴിഞ്ഞ് 13 to 15 ലക്ഷം സ്റ്റുഡൻസ് ഒക്കെയാണ് നീറ്റ് എഴുതുന്നത്. ആകെ ഇന്ത്യയിൽ സീറ്റ് ഉള്ളത് 50,000 സീറ്റ്സ്. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റുഡൻസ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ വരെ 1 വർഷം റിപ്പീറ്റ് ചെയ്തത്. എൻ്റെ സ്റ്റുഡൻസ് പലരും 2 വർഷം റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിന് വരെ സ്കാം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ആ ഒരു 13-15 lakh സ്റ്റുഡൻസ് എഴുതിയിട്ട് 50,000 സീറ്റ്സ് ആണ് വരുന്നുള്ളൂ ഇന്ത്യയിൽ മൊത്തം, നമ്മുടെ മെറിറ്റ് സീറ്റ്സും സംഭവങ്ങളായിട്ട്. അത് കിട്ടിയിട്ട് അതിന് കിട്ടിയില്ലെങ്കിൽ പിന്നെയുള്ള ബാക്കി ഓപ്ഷൻ എന്താ? അവർക്ക് ഒന്നില്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ എടുക്കണം. പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോൾ NRI സീറ്റും ഈ ബാക്കി പ്രൈവറ്റ് സെക്ടറിലെ സീറ്റൊക്കെ വരുന്നത് 1 കോടി 2 കോടി 2.5 കോടിയൊക്കെയാണ് സീറ്റ് വരുന്നത്. ഇത്രയും പൈസ കൊടുത്തിട്ടാണ് സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നത്. അതും പഠിക്കാൻ പറ്റാത്തവർ പുറത്തെ രാജ്യത്തോട്ട് വരുന്നു. അത് ചൈന, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അങ്ങനെ പല രാജ്യത്തോട്ട് പോയിട്ട് അവിടെ പോയി പഠിക്കുന്നു. അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് അവർ പഠിക്കുന്നത് എല്ലാം സെയിം തന്നെ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ FMG എക്സാം എഴുതണം. അത്രയും ബുദ്ധിമുട്ടുള്ള നീറ്റ് PGൻ്റെ ലെവലിലുള്ള എക്സാമാണത്. അത് എഴുതിയിട്ട് എന്നിട്ടും നാട്ടിൽ വന്ന് വർക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തർ പറയണത് എന്താ? ചൈന ഡോക്ടർ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല. കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. കഴിഞ്ഞ ഒരു 3 months ബിഫോർ എന്തോ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഓ, ചൈന ഡോക്ടറല്ലേ, ഒന്നും അറിയില്ല ഇത് പറഞ്ഞിട്ട്. എന്തിനാ ഇങ്ങനെ ഈ ഒരു പ്രൊഫഷനെ കളിയാക്കുന്നത്? ഇത് കളിയാക്കാൻ നിങ്ങൾക്കൊക്കെ ആ കളിയാക്കിയ യൂട്യൂബറിന് എന്താ യോഗ്യത ഉള്ളത്? ആ ഒരു എക്സാം എഴുതട്ടെ, ഇവിടുത്തെ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം എഴുതിയിട്ട് എഴുതിയിട്ട് അനാട്ടമി, ആ ബേസിക് ഫസ്റ്റ് സബ്ജക്റ്റ് അനാട്ടമീൻ്റെ എക്സാം എഴുതിയിട്ട് നിങ്ങൾ പറയും. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഇടുക, അതൊക്കെ ആണെങ്കിൽ ശരി,
അത് ആ ഒരു ഭാഗം അങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ കയറുന്നു. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഈ ഇപ്പൊ പുറത്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് FMG കഴിഞ്ഞ് 1 വർഷം ഇന്റേൺഷിപ്പ്, 1 വർഷം 2 വർഷമൊക്കെ ഇന്റേൺഷിപ്പ് പറയുന്നുണ്ട്, 1 വർഷം ക്ലർക്ക്ഷിപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം നാട്ടിൽ നമ്മൾ വർക്ക് ചെയ്യാൻ കയറുന്നു. വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള കാരണം ഒരു ഡോക്ടർ എന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇല്ല, ആൾക്കാരുടെ ഭാഗത്തു നിന്നില്ല. നിങ്ങൾക്ക് കാലിലൊരു മുള്ളു കുത്തിയാൽ വരെ നിങ്ങൾ ആരുടെ അടുത്തേക്ക് ആദ്യം പോവുക? ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് ഒരു 2 ദിവസം വിട്ടുമാറാത്ത പനി വന്നാൽ നിങ്ങൾ ഡോക്ടറെ അടുത്തേക്കല്ലേ പോവുക? ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? അവരെല്ലാം തച്ചു കൊല്ലുക, അടിച്ചിതാക്കുന്നത്, അത് ചെയ്യുന്നു, വെർബൽ അബ്യൂസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. 2022 ലോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിനെതിരെ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിലെ ഏതൊരു വർക്കറിനെതിരെ എന്തൊരു ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞാലും അത് എഗെയിൻസ്റ്റ് ദ ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു റൂളൊക്കെ ഉള്ളതാ. അത്രയും വലിയ റൂളും ലോസും എല്ലാം ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ. പക്ഷേ പൊളിറ്റിക്കൽ സപ്പോർട്ടോ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവന് പുറത്തു വന്നൂടെ, ആ ചെയ്തവന് പുറത്തു വന്നൂടെ? അതാണ് നമ്മുടെ രാജ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇപ്പൊ കൊൽക്കത്തയിലത്തെ റേപ്പ് കേസ് നടന്നത് ഒരു സെമിനാർ ഹാളിലാണെന്ന് പറഞ്ഞു. അവിടുത്തെ പ്രിൻസിപ്പൾ ചോദിച്ചത് എന്തുകൊണ്ട് സെമിനാർ ഹാളിൽ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 36 അവർ ഡ്യൂട്ടിയിൽ പിന്നെ എവിടെ റെസ്റ്റ് എടുക്കും? റെസ്റ്റ് എടുക്കാനാണെന്ന് വെച്ചാൽ ഇന്ത്യൻ റൂമോ റെസിഡൻസ് റൂമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് റൂം വേണം. പല ഹോസ്പിറ്റലിലും അങ്ങനെ ഒരു ഡോക്ടറിനായിട്ടുള്ള ഒരു റൂം തന്നെ ഇല്ല. ഇവിടുത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇവിടെ റെസിഡൻസിനും ഇന്റേൺസിനൊക്കെ സെപ്പറേറ്റ് റൂമാണ്. അവർക്ക് ബെഡ് വെച്ചിട്ടുള്ള സെപ്പറേറ്റ് റൂം, അവർക്ക് ഫുഡ് കഴിക്കാനും റെസ്റ്റ് എടുക്കാനും എല്ലാത്തിനും അതിൻ്റെതായ റൂമും കാര്യങ്ങളും ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ എന്തുകൊണ്ട് നാട്ടിലില്ല? നാട്ടിൽ ഡോക്ടേഴ്സ് യൂസ് ചെയ്യണം. ഞാൻ പല ഇൻസ്റ്റാഗ്രാമിലെ ഓരോ പോസ്റ്റിലും കാര്യങ്ങളും കണ്ടത്, ഡോക്ടേഴ്സ് യൂസ് ചെയ്യണ വാഷ്റൂം പോലും തീരെ വൃത്തിയില്ലാത്തതായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ കുറേയൊക്കെ ഇപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് നല്ല രീതിക്കുള്ളതാണ്, കുറച്ചും കൂടി സപ്പോർട്ടീവാണ്. എന്നാലും കേരളത്തിലും ഇതേ രീതിക്കുള്ള പല അനുഭവങ്ങളും നടന്നിട്ടുള്ള പല ഡോക്ടേഴ്സും ഉണ്ടാവും. ആ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ തന്നെയാണ്, ഡോക്ടേഴ്സ് തുറന്ന് പറഞ്ഞാലാണ് കാര്യങ്ങൾ അറിയുള്ളൂ. കാരണം ബാക്കി എല്ലാവരും പേഷ്യൻസ് ആണ്. പേഷ്യൻസ് നല്ല രീതിക്ക് പേഷ്യൻ്റ് ആയിട്ട് തന്നെ വരും, അതായത് നല്ല പേഷ്യൻസോട് കൂടിയിട്ട് തന്നെ വരും. അവരുടെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നോ. ഈ മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സർജറി ചെയ്യുമ്പോൾ നമ്മൾ കൺസേൺ പഠിക്കണത് എന്തിനാ? കാരണം ഒരു സർജറി ചെയ്യുമ്പോൾ 2 ഭാഗങ്ങളുണ്ട്. കോംപ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ നോർമലായിട്ടും ആവാം. ഈ കോംപ്ലിക്കേഷൻ ആവണത് ഡോക്ടറിന്റെ കുറ്റം കൊണ്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെയാണ് ഒരുവിധം എല്ലാ അസോൾട്ടും ഡോക്ടേഴ്സിനെതിരെ ഉണ്ടാവണത്. അത് ഡോക്ടറിന്റെ കുറ്റമാണ് എന്ന് പറഞ്ഞിട്ട് ഫുൾ അസോൾട്ട് ഉണ്ടാവണത്. ഒരു 90% അങ്ങനത്തെ ഒരു സംഭവമല്ല. പിന്നെ ഇപ്പോൾ റേപ്പ് കേസ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും ഒരു ഡോക്ടറിന്റെ എതിരെ റേപ്പ് കേസ് ചെയ്യാച്ചെങ്കിൽ ഈ നാട്ടിൽ ആ റേപ്പ് ചെയ്തവൻ അവനെ ആരെ വേണച്ച റേപ്പ് ചെയ്തൂടെ? അവന് ഈ പ്രൊഫഷനോടെ ഒരു ദാക്ഷിണ്യം ഒന്നുമില്ലാത്തവൻ. അതിനുശേഷം അവൻ ഏതൊരു സ്ത്രീനെ കണ്ടാലും അവൻ്റെ അമ്മയോ പെങ്ങളോ ആരെ വേണമെച്ചാൽ അവൻ റേപ്പ് ചെയ്യൂലേ? അങ്ങനത്തെ ഒരു നാടാണ് നമ്മുടെ നാട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ സ്ട്രിക്റ്റ് ലോസ് എന്തായാലും വന്നിരിക്കണം, സ്ട്രിക്റ്റ് ലോസ്. കാരണം കഴുത്തറുത്ത് കൊല്ലുകയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ നാളെ ഒരുത്തന്നെ ഇതിന് മുതിരരുത്. ഇത് നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീഡിയോസ് ആയിട്ട് പല സെലിബ്രിറ്റീസും പല ആൾക്കാരും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയും. എന്താ പക്ഷെ സംഭവിക്കുന്നത്? ഒന്നും തന്നെ നടക്കുന്നില്ല. രാഷ്ട്രീയ സ്വാധീനം ഇതന്നെയാണ് നാട്ടിലത്തെ മെയിൻ സംഭവം. രാഷ്ട്രീയ സ്വാധീനവും പിന്നെ അതേപോലെ തന്നെ പൈസ ഉള്ളവനും അവർക്ക് മാത്രം ജീവിക്കാനുള്ള ഒരു രാജ്യമായി മാറിയേക്കുക നമ്മുടെ. ഒരു ആവറേജ് ഫാമിലിക്കോ ഒരാൾക്ക് പലരും പറയുന്നത്, ആസാം മെഡിക്കൽ കോളേജിൽ എന്താ പറഞ്ഞത്, രാത്രി പെൺകുട്ടികൾ പുറത്തിറങ്ങരുത്. എന്തുകൊണ്ട്? എന്നാൽ ആൺകുട്ടികളും പുറത്തിറങ്ങരുത്. ഈ റൂൾസ് എന്തിനാ പെൺകുട്ടികൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും ഒരേപോലെ തന്നെയല്ലേ റൂൾസ്? ഇവിടുത്തെ നൈറ്റ് ലൈഫ് നിങ്ങൾ കാണണം. ഇവിടെ ഒരു പെൺകുട്ടി എന്നല്ല, ആർക്ക് വേണമെച്ചാൽ എപ്പോൾ വേണമെച്ചാൽ പുറത്തിറങ്ങി നടക്കാം. ഇവിടെ അത്രയും റൂൾസ് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഒരാളെ അബ്യൂസ് ചെയ്യേ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ സ്പർശനം കൊണ്ടോ ഒന്നും തന്നെ ചെയ്യില്ല. അത്രയും സേഫ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നിങ്ങൾ പുറത്ത് പറയുമ്പോൾ ചൈനയിൽ ഇതാണ് കമ്മ്യൂണിസം ഇതാണെന്നൊക്കെ പറഞ്ഞാലും അത്രയും സേഫ് ആയിട്ടുള്ള രാജ്യമാണ്. ഇവിടെ ജീവിക്കാൻ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യണത്. കാരണം സേഫ്റ്റീൻ്റെ ഭാഗം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഇനി വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഡോക്ടർ നാട്ടിൽ പഠിച്ചിറങ്ങിയ, ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചിറങ്ങിയ എത്ര സ്റ്റുഡൻസ് USMLEക്കും UKനും പ്രിഫർ ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് ഇതിൽ പഠിച്ചു കഴിഞ്ഞിട്ടും അവർ USMLE പ്ലാബിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അവർക്കെല്ലാം വേണ്ടത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള സ്ഥലം. എല്ലാവരും പൈസ നോക്കിയിട്ടല്ല പോകുന്നത്. പൈസ നോക്കി പോകുന്ന ഒരു 20% ആണെങ്കിലും ബാക്കി 80%ഉം അവരുടെ ഒരു സേഫ്റ്റി, പിന്നെ അവർ ചെയ്യണ ജോബ്. ഇപ്പോൾ 8 അവറാണ് ജോബ് വെച്ചെങ്കിൽ അതിലോടുകൂടി നിർത്തും. അല്ലാണ്ട് 8-5 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ, അതായത് ഈവനിങ് ഒരു 5 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നോർമൽ ആളായിട്ടാണ് പുറത്ത് രാജ്യത്ത് ഇതാക്കുന്നത്. നാട്ടിലാണെങ്കിൽ ആ ഒരു 5 o'clock കഴിഞ്ഞാൽ വീണ്ടും വർക്ക് തന്നെയാണ്. വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലോട്ട് വരണം, വർക്ക് ചെയ്യണം. അതാണ് നാട്ടിലത്തെ ഒരു അവസ്ഥ വരുന്നത്. നിങ്ങൾ ഇനിയും ചിന്തിക്കുക, ഈ ഡോക്ടേഴ്സിനെതിരെയുള്ള അക്രമം ഒന്ന് കുറയ്ക്കുക. പിന്നെ അതിനുശേഷം ഈ റൂൾസൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആക്കിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും അവസ്ഥയിലാണ് നമ്മുടെ രാജ്യമുള്ളത്. പിന്നെ നിങ്ങൾ ഇനി ചിന്തിക്കുക,
നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണോ അല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ടുള്ള മെഡിസിൻ ആസ്പിരൻ്റ് ആണെങ്കിൽ കൂടി നിങ്ങളും ചിന്തിക്കുക, നാട്ടിൽ ഇനിയും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇത്രയൊക്കെ അധിക്ഷേപം കേട്ടിട്ട് നിങ്ങൾ ഇനി നാട്ടിൽ വർക്ക് ചെയ്യും? നമ്മൾ ഇങ്ങനത്തെ ഓരോ ന്യൂസ് കാണുമ്പോൾ നമുക്ക് നാട്ടിൽ നിൽക്കാനേ തോന്നില്ല. കാരണം കഷ്ടപ്പെട്ട് 6 വർഷം 8 വർഷം പഠിച്ചിട്ടാണ് ഒരു ഡോക്ടർ ആവുന്നത്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ പാരൻസ് എന്ത് ചെയ്യും? നമ്മുടെ പാരൻസ് അത്രയും ആഗ്രഹിച്ച് നമ്മളതിനെ 12th തൊട്ടിട്ട് ഈ ഒരു മെഡിസിൻ സെക്ടറിലോട്ട് അവരുടെ ഒരു ആഗ്രഹം, നമ്മുടെ ആ കഠിനാധ്വാനം കൊണ്ടാണ് നമ്മളൊരു ഡോക്ടറായി വരുന്നത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? പേരിൻ്റെ മുന്നിൽ മാത്രം ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടർ ആവില്ല. നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷന്, നമ്മൾ ജീവിക്കണതിലൊരു ഫ്രീഡം വേണം. അത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഈ വീഡിയോ കാണുന്ന ഡോക്ടേഴ്സെങ്കിലും കമൻറ്റ് ചെയ്യുക, എത്ര വാനം സേഫാണ് നാട്ടിലുള്ള ഒരു വർക്കിംഗ് സ്പേസ് എന്നുള്ളത്.